അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് സൂറത്തു ശൂറയിലെ 28 മുതൽ 31 വരെയുള്ള 4 വചനങ്ങൾ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുക. ശേഷം നമുക്കതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته. وهو الولي الحميد. وهو الولي الحميد. ومن آياته خلق السماوات والأرض وما بث فيهما من دابة. ومن آياته خلق السماوات والأرض وما بث فيهما من دابة. خلق السماوات خلقني फिर से पढ़ें. ومن آياته خلق السماوات والأرض وما بث فيهما من دابة. وهو على جمعهم إذا يشاء قدير. وهو على جمعهم إذا يشاء قدير. وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير. وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير. ويعفو عن كثير. ويعفو عن كثير. وما أنتم بمعجزين في الأرض. وما أنتم بمعجزين في الأرض. وما لكم من دون الله من ولي ولا نصير. وما لكم من دون الله من ولي ولا نصير. 28-ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ സൂറത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി പറയുന്നത് അള്ളാഹുവിൻ്റെ മറ്റ് ഒരു ദൃഷ്ടാന്തം, അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹവും അതേ സമയത്ത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവുമായിട്ട് പറയുകയാണ്. 28-ാമത്തെ ആയത്ത്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. വഹുവ അവൻ, അല്ലദീ ഒരുത്തനാണ്, അഥവാ വഹുവല്ലദീ അവൻ തന്നെയാവുന്നു, അവനത്രേ, യുനസ്സിലു ഇറക്കുന്നത്, ഇറക്കുന്നവൻ, യുനസ്സിലു ഇറക്കുന്നു, അൽ ഗൈസ മഴ ഇറക്കുന്നു, മഴയെ ഇറക്കുന്നു എന്നാണ്. അപ്പോൾ വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ അവനാണ് മഴ ഇറക്കുന്നത്, മിൻ ബഅദി ശേഷം, മാ ഖനതു അവരൊക്കെയും നിരാശപ്പെട്ട ശേഷം,
കനത്ത നിരാശപ്പെട്ടു. മിൻ ബഅദി മാ കനത്തു അവർ നിരാശപ്പെട്ട ശേഷം. അപ്പോൾ മഴ കിട്ടൂല എന്നുള്ള, കുടിക്കാൻ വിഷമിക്കും, വെള്ളമില്ലാതെ ആവും എന്നൊക്കെയുള്ളൊരു നിരാശ വന്ന ശേഷം എന്നർത്ഥം. ആ മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നു അല്ലാഹു. വയൻസുറു അവൻ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. റഹ്മത്ത് കാരുണ്യം, ഹു അവൻ്റെ, റഹ്മത്തഹു അവൻ്റെ കാരുണ്യം അവൻ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. വഹുവ അവൻ അൽ വലിയു കൈകാര്യകർത്താവാകുന്നു, വലിയാവുന്നു, രക്ഷകനാവുന്നു, സംരക്ഷകനാവുന്നു എന്നൊക്കെ പറയുക വലിയനർത്ഥം. അൽ ഹമീദ് സ്തുത്യർഹനായ കൈകാര്യകർത്താവാകുന്നു അവൻ. ഈ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു മഴ വർഷിപ്പിച്ചു തരുന്നതിനെ സംബന്ധിച്ച. വേനൽ കടുത്ത് കുടിവെള്ളമില്ലാതെ എല്ലാം വരണ്ടുണങ്ങി അങ്ങനെ വിഷമിക്കുന്ന ഘട്ടത്തിൽ അതികഠിനമായ ചൂടും അസഹ്യമായ ചൂടുമൊക്കെയായി കഴിയുമ്പോൾ അള്ളാഹു അവൻ ഉദ്ദേശിച്ച സമയത്ത് മഴ വർഷിപ്പിക്കുന്നു. ഒരൊറ്റ മഴയോടുകൂടെ ഭൂമിയുടെ അവസ്ഥ തന്നെ മാറുന്നു. ആ മഴ കിട്ടിയ സ്ഥലം ആകെ മാറ്റങ്ങളായി. കഠിനമായ ചൂടിന് ശമനമായി, മണ്ണ് നനഞ്ഞു ചീർത്ത് വീർത്ത് അവ സസ്യങ്ങൾ മുളപ്പിക്കാൻ പാകമായി. ഏതാനും ദിവസം കഴിയുന്നതോടുകൂടി വരണ്ടുണങ്ങിക്കിടന്നിരുന്ന മണ്ണിൽ പുതിയ സസ്യങ്ങൾ മുളക്കുന്നതും നമുക്ക് കാണാം. അപ്പം അങ്ങനെ മഴ വർഷിപ്പിക്കുക, മഴ ലഭിക്കുക എന്നത്, മഴ നൽകുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്, അവൻ്റെ ദൃഷ്ടാന്തമാണ്. ഏറെക്കുറെ അതിൻ്റെ സമയത്ത് തന്നെ മഴയും ലഭിക്കുന്നു. അത് ഒരു വർഷം മഴ ലഭിക്കാതിരുന്നു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി? ആകെ കരിഞ്ഞുണങ്ങി എല്ലാ ജീവജാലങ്ങളും കുടിവെള്ളം പോലും കിട്ടാതെ എല്ലാം മരിച്ചു വീഴുന്നൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ യഥാസമയത്ത് മഴ ആവശ്യമുള്ള അളവിൽ അള്ളാഹു നിശ്ചയിച്ച് തരുന്നു, നിശ്ചയിച്ച് ഇറക്കി തരുന്നു. അത് ഒരു വർഷം മുഴുവനും മഴയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ തിരിച്ചും ചിന്തിച്ച് നോക്ക്. വേനൽക്കാലമൊന്നുമില്ല, എന്നും മഴയാണ്. ഒരു വർഷം തുടർച്ചയായിട്ട് മഴയാണ്, തോരാമഴ, രാവും പകലും മഴ. എന്തായിരിക്കും അവസ്ഥ? ഒരൊറ്റ ജീവജാലവും ആ ഭൂമിയിൽ ഉണ്ടാവില്ല. അവയെല്ലാം മുങ്ങി മരിച്ച് നശിച്ച് പോവും. അത് മാത്രമല്ല, ഒരു സസ്യവും ഉണ്ടാവില്ല. മഴവെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നാൽ, ഭൂമിയിൽ മുഴുവനും വെള്ളം കെട്ടിക്കിടന്നാൽ പിന്നെ വല്ല സസ്യങ്ങളും ഉണ്ടാവുമോ, വല്ല കൃഷി ഉണ്ടാവുമോ? ഒന്നുമില്ലല്ലോ, ഒക്കെ നശിച്ചു. അപ്പോൾ മഴ അത് വേണ്ട വിധത്തിൽ, വേണ്ട സമയത്ത്, വേണ്ട അളവിൽ അവൻ എത്തിച്ചു തരുന്നു മഴ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കും. മഴവെള്ളം തരുന്നു എന്ന് മാത്രമല്ല, മഴ ആവശ്യത്തിനാണ് മഴ തരുന്നത്. ചിലപ്പം കൂടും, ചില പ്രളയങ്ങളാവും. 2-4 ദിവസം, ഒരു ദിവസം തന്നെ തുടർച്ചയായിട്ട് മഴ പെയ്താൽ പിന്നെ പ്രളയമായി മനുഷ്യന് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ നിന്ന് മഴ പെയ്യുന്നു, കുറച്ച് പെയ്യുന്നു, കുറച്ച് ഇടവേള കിട്ടുന്നു, പെയ്ത വെള്ളം ഒഴുകിപ്പോകാൻ സമയം കിട്ടുന്നു. എന്നാൽ അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ സമയം കിട്ടുന്നു, കുറച്ച് കഴിഞ്ഞ് വീണ്ടും പെയ്യുന്നു. ഇങ്ങനെ അത് കുറച്ച് ശക്തമാകുന്നു, കുറച്ച് ചാറൽ മഴ, ഇങ്ങനെയൊക്കെ ആയിട്ട് മഴ വർഷിപ്പിക്കുന്നു പടച്ചറമ്പ്. പിന്നെ മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാർമേഘങ്ങളിൽ നിന്ന് മഴ രൂപപ്പെടുന്നതിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. വലിയ അത്ഭുതങ്ങളാണ് ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ. അത്ഭുതങ്ങളാണ് മഴയുടെ കാര്യം. അപ്പോൾ നിരാശയായ സമയത്ത്, നിരാശ കൊണ്ട് ആകെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന നിലക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. എന്നിട്ട് അതിലൂടെ അള്ളാഹു അവൻ്റെ കാരുണ്യം വ്യാപിപ്പിക്കുന്നു ഭൂമിയിലൊക്കെ. എവിടെയൊക്കെ മഴ കിട്ടിയോ അവിടെയൊക്കെ സസ്യലതാദികൾ മുളച്ച് ആവശ്യമായ കൃഷി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം വന്നു. അങ്ങനെ മനുഷ്യന് കുടിക്കാനുള്ള വെള്ളമായി. അങ്ങനെ എല്ലാ തരത്തിലും ആ മഴ ലഭിച്ച രാജ്യത്ത് മുഴുവനും അവൻ്റെ കാരുണ്യം വ്യാപിപ്പിക്കുന്നു. അവൻ എല്ലായിടത്തും അവൻ്റെ കാരുണ്യം ലഭിക്കുന്നു. എന്നിട്ട് പറയാണ് വഹുവൽ വലിയുൽ ഹമീദ്, സ്തുത്യർഹനായ കൈകാര്യകർത്താവ് അവൻമാകുന്നു. അപ്പോൾ ഈ മഴ വർഷിപ്പിച്ചു തരുന്ന അവന് പോരെ ആരാധനകൾ, നേർച്ചകളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അവനോട് പോരെ, ദുആകളൊക്കെ അവനോട് പോരെ. അള്ളാഹു വെറുതെ അല്ലല്ലോ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വെറുതെ അല്ലല്ലോ വിശുദ്ധ ഖുർആനിലൂടെ അങ്ങനെ പറഞ്ഞ് മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തെ തട്ടി ഉണർത്തുന്നത്.
അള്ളാഹുവിൻ്റെ ഏകത്വത്തെ മനസ്സിലാക്കാനും സൃഷ്ടികർത്താവിനെ മാത്രമേ ആരാധനയുടെ എല്ലാ വശങ്ങളും സമർപ്പിക്കാവൂ എന്ന തത്വം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി പറയുന്നത്. ഇനി മറ്റ് ചില ദൃഷ്ടാന്തങ്ങളാണ് അടുത്ത ആയത്തിലേക്ക് പറയുന്നത്. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇനി 29-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. അള്ളാഹുവിൻ്റെ മറ്റ് ചില ദൃഷ്ടാന്തങ്ങളും കൂടെ അടുത്ത ആയത്തിൽ 29-ാം ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുക. വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത് തന്നെയാണ് ഖൽഖ് സൃഷ്ടി, സമാവാത്ത് ആകാശങ്ങൾ. അപ്പോൾ ആകാശങ്ങളുടെ സൃഷ്ടിയും അവൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടത് തന്നെ. വൽ അർളി ഭൂമിയുടെ സൃഷ്ടിയും. വമാ ബസ്സ അതിൽ വ്യാപിപ്പിച്ചത് ബസ്സ വ്യാപിപ്പിച്ചു, വിതറി എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ അവൻ വിതറിയത് അല്ലെങ്കിൽ വ്യാപിപ്പിച്ചു, അതൊക്കെ അള്ളാഹു വ്യാപിപ്പിച്ചു ഫീഹിമ അവ രണ്ടിലും, അതായത് ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു വിതറുകയും ചെയ്തു. വിതറി, എന്തുണ്ടാക്കി? മിൻ ദാബത്തിൻ, ജീവജാലങ്ങളെ അള്ളാഹു വിതറുകയും ചെയ്തു, അല്ലെങ്കിൽ ജീവജാലങ്ങളെ അള്ളാഹു വിതരണം ചെയ്യുകയും ചെയ്തു. ധാരാളം ജീവജാലങ്ങൾ ആകാശങ്ങളിലും ഭൂമിയിലുമുണ്ട് എന്നാണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ തുടർന്ന് പറയുന്നത് വഹുവ അവൻ, അലാ ജംഇഹിം അവയെ ഒരുമിച്ച് കൂട്ടുന്നതിന്, ഇദാ യശാഉ ഉദ്ദേശിക്കുമ്പോൾ, ഖദീർ കഴിവുള്ളവനാണ്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കാനാണ്, പഠിക്കാനാണ്. എന്തൊരത്ഭുതമാണ് ആകാശങ്ങളുടെയൊക്കെ നിലനിൽപ്പ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒട്ടേറെ അലങ്കാര ദീപങ്ങൾ വെച്ചിട്ട് ആകാശത്തെ പടച്ച റബ്ബ് അലങ്കരിച്ചു. 7 ആകാശങ്ങൾ തട്ടുകളായിട്ടങ്ങനെ ഉപരിയിൽ ഒന്നായിട്ടങ്ങനെ 7 ആകാശങ്ങളെ അള്ളാഹു സംവിധാനിച്ചു. ഭൂമിയെ അള്ളാഹു സംവിധാനിച്ചു. വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിൽ ഏർപ്പെടുത്തി. എല്ലാ സൗകര്യങ്ങളും, മനുഷ്യവാസത്തിന് ആവശ്യമായ എല്ലാം മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ സംവിധാനിച്ച് വെച്ചു പടച്ച റബ്ബ്. ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും വായുവായിട്ടും അങ്ങനെ തുടങ്ങി എല്ലാം അവൻ സംവിധാനിച്ച് വെച്ചു. അതെന്തുകൊണ്ട് നിങ്ങളതിനെപ്പറ്റി പഠിക്കുന്നില്ല, ആലോചിക്കുന്നില്ല എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചു. ആ സൃഷ്ടി തന്നെ ഒരു വലിയ അത്ഭുതമാണ്, അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. പിന്നെ തുടർന്ന് പറയുന്നത് വമാ ബസ്സ ഫീഹിമാ മിൻ ദാബത്തിൻ, ആകാശങ്ങളിലും ഭൂമിയിലും ഒരുപാട് ജീവജാലങ്ങളെ പടച്ച റബ്ബ് വ്യാപിപ്പിച്ചു, നിശ്ചയിച്ചു. ഒരുപാട് ജീവജാലങ്ങൾ നിശ്ചയിച്ചു. അപ്പോൾ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ചെറുതും വലുതുമായ, കരയിലും കടലിലും വസിക്കുന്നവയായ ഒരുപാട് ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. അതേസമയത്ത് ആകാശഗോളങ്ങളിൽ, ആകാശലോകത്ത് എവിടെയെങ്കിലും ഇതേപോലെ ജീവജാലങ്ങളുണ്ടോ? ആകാശം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഉപരിയിലുള്ള എല്ലാം, സർവഗോള നക്ഷത്രങ്ങളും എല്ലാം ആകാശത്തിൻ്റെ വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. 7 ആകാശങ്ങൾ. ആ 7 ആകാശങ്ങളിൽ അള്ളാഹു സംവിധാനിച്ച കോടിക്കണക്കായ കോടാനുകോടി നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഭൂമിക്ക് പുറത്ത് ഏതെങ്കിലും ഗോളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹത്തിൽ പിന്നെ ജീവജാലങ്ങളുണ്ടോ? മനുഷ്യനെപ്പോലെയുള്ള ഏതെങ്കിലും ജീവജാലങ്ങളുണ്ടോ? ഉണ്ട് എന്നതിലേക്ക് സൂചന നൽകുന്നതാണ് ഈ ആയത്ത്. അപ്പോൾ ആകാശങ്ങളിൽ മലക്കുകളുണ്ട് എന്ന് നമുക്കറിയാം. മലക്കുകളെ അള്ളാഹു വാനലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ദാബത്ത് എന്നുള്ള പദം മലക്കുകൾക്ക് പറയാൻ പറ്റുമോ? പറ്റും എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ചലിക്കുന്നത് എന്നേ ദാബത്ത് എന്നതിന് അർത്ഥമുള്ളൂ മലക്കുകളും ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് മലക്കുകളും ആ ഗണത്തിൽപ്പെടും.
അപ്പോൾ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ, ഒരു മനുഷ്യവർഗം മാത്രമല്ലല്ലോ. അപ്പോൾ അതുപോലെയുള്ള ജീവിവർഗങ്ങൾ തന്നെയും വാനലോകത്ത് ഏതെങ്കിലും കോണിൽ ഏതെങ്കിലും ഗ്രഹത്തിലുണ്ടോ എന്ന്, ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് മുഫസ്സിറുകൾ ഇതാ തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം റാസി ഈ ആയത്തിനെ പറ്റി 3 വീക്ഷണങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. 3ാമത്തെ വീക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത്, ആകാശത്ത് എവിടെയെങ്കിലും മനുഷ്യരെപ്പോലെയുള്ള ജീവജാലങ്ങൾ ഉണ്ടാവുന്നതിന് യാതൊരു തടസ്സവുമില്ല, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം ദാബത്ത് എന്ന് പറഞ്ഞത് ഭൂമിയിലുള്ളതുപോലെ മറ്റ് ഗോളങ്ങളിലും ഉണ്ടായേക്കാം, അതിൻ്റെ സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ഇമാം തൊന്താവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ, ഇത് ഭൂമിക്ക് പുറത്തും ഏതൊക്കെയോ ജീവജാലങ്ങൾ, അള്ളാഹു പറഞ്ഞ മലക്കുകളല്ലാത്ത ഏതൊക്കെയോ ജീവജാലങ്ങൾ ഭൂമിക്ക് പുറത്ത് എവിടെയൊക്കെയോ ഉണ്ടാവാനുള്ള സാധ്യതയിലേക്കാണ് ഈ ആയത്ത് സൂചന നൽകുന്നത്. അത് മാത്രമല്ല, അവരെ ഒരു സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണെന്നല്ലോ. ഒട്ടുമിക്ക മുഫസ്സിറുകളും അതിനെ സംബന്ധിച്ച് പറഞ്ഞ് നാളെ പരലോകത്ത് മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി അവരെ ഒരുമിച്ച് കൂട്ടുന്നു എന്നാണ്. അപ്പോൾ ആകാശഗോളങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ എല്ലാ ജീവജാലങ്ങളെയും അവൻ ഒരുമിച്ച് കൂട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നതിനെ പറ്റിയാണെന്നാണ്. എന്നാൽ ഇമാം തൊന്താവി പറയുന്നത്, അത് പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്നത് വ്യക്തം, അത് വ്യക്തം, ഒട്ടേറെ ആയത്തുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടത്. എന്നാൽ ഈ ആയത്തിൻ്റെ ഘടന വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും വാനത്ത് ലോകത്ത് ഏതെങ്കിലും കോണിലുള്ള ഏതെങ്കിലും ജീവിവർഗവും ഭൂമിയിലുള്ള ജീവിവർഗവും തമ്മിൽ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുക, കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഉണ്ട് എന്ന നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞന്മാരുള്ളത്. അങ്ങോട്ട് കണ്ടെത്തിയിട്ടില്ല, എന്നിരുന്നാലും എവിടെയോ ഉണ്ട്, ചൊവ്വയിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് നിലവിലുള്ളത്. ഇനി അതേപോലെ മനുഷ്യരുള്ളതുപോലെ, മനുഷ്യരെപ്പോലെ വിവേചന ബുദ്ധിയുള്ള മനുഷ്യരെപ്പോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നൽകപ്പെടുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളോ മറ്റോ ഏതെങ്കിലും ഉണ്ടോ എന്നും നമുക്കറിഞ്ഞൂടാ. അള്ളാഹു അഅലം. ഒരുപക്ഷെ ഉണ്ടായേക്കാം, ബുദ്ധിജീവികൾ തന്നെ ഉണ്ടായേക്കാം. മനുഷ്യരെപ്പോലെ സംസ്കാര സമ്പന്നരായ ഒരു ജീവിവർഗം, വേറെ ഏതെങ്കിലും ഒരു ജീവിവർഗം എവിടെയെങ്കിലും ഉണ്ടായേക്കാം. ലോകത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായേക്കാം. അതിനൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായിരുന്നാലും ഈ ആയത്ത് അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടും. വാനലോകത്തുള്ള ജീവിയും ഭൂമിയിലുള്ള ജീവിയും തമ്മിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സന്ധിക്കും, അവരൊരുമിച്ച് കൂടും എന്ന് വരെ ഇതിനർത്ഥമുണ്ട് എന്നൊക്കെ പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്നു. പരലോകത്ത് എന്തായിരുന്നാലും എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടും. 30ാമത്തെ ആയത്ത്, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. വമാ അസാബക്കും, നിങ്ങൾക്ക് ബാധിക്കുന്നത്, മിൻ മുസീബത്തിൻ, ഏതെങ്കിലും മുസീബത്ത്, ഏതെങ്കിലും ആപത്ത്, അല്ലെങ്കിൽ വല്ല ബാധ, അല്ലെങ്കിൽ വല്ല പ്രയാസങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് ബാധിക്കുന്നത്, ഫബിമാ കസബത്ത്, സമ്പാദിച്ചത് കൊണ്ട് തന്നെയാണ്, പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ്. ഫബിമാ, അത്, കസബത്ത്, ബിമാ കസബത്ത്, സമ്പാദിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. ഐദീക്കും, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയാകുന്നു നിങ്ങൾക്ക് ബാധിക്കുന്ന എല്ലാ മുസീബത്തുകളും അല്ലെങ്കിൽ എല്ലാ ആപത്തുകളും. വയഅഫു, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നു, മാപ്പ് നൽകുന്നു, അൻ കസീർ, ഒരുപാട് കാര്യത്തെപ്പറ്റി, പലതിനെ സംബന്ധിച്ചു. അൻ കസീർ എന്ന് പറഞ്ഞാൽ പലതിനെയും പലതും അവൻ മാപ്പ് നൽകുന്നു, പലതും അവൻ പുറത്തു തരുന്നു നിങ്ങൾക്ക്. ഒരു വലിയ തത്വമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യ ജീവിതത്തിലുണ്ടാവുന്ന പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, മാറ്റങ്ങൾ, അതിനൊക്കെ കാരണം മനുഷ്യകരങ്ങളുടെ പ്രവർത്തനം തന്നെയാണെന്നാ. വേറെ ആയത്തിലൊക്കെ ഉണ്ടല്ലോ,
മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കടലിലും കരയിലും കുഴപ്പങ്ങൾ വ്യാപിച്ചു. അതേ ആശയം തന്നെ. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, അത് നിങ്ങളുടെ പ്രവർത്തന ഫലം തന്നെയാണ്. നിങ്ങൾ ഒരുപാട് വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നു, എന്നിട്ടല്ല പറയാ യഅ്ഫു കസീർ. നിങ്ങൾ ചെയ്തിട്ടുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ, അതിൽ പലതും പടച്ച റബ്ബ് നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരുന്നുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്. അങ്ങനെ പലതും പുറത്തു തരുന്നു. അല്ലാതെ മനുഷ്യൻ ചെയ്യുന്നതിനൊക്കെ അള്ളാഹു മനുഷ്യനെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരൊറ്റ ജീവിവർഗവും ഭൂമിയുടെ മുഖത്തുണ്ടാകുമായിരുന്നില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ഒരൊറ്റ മനുഷ്യനും ഇവിടെ ഭൂമിയിലുണ്ടാകുമായിരുന്നില്ല. പക്ഷേ അള്ളാഹു മാപ്പ് നൽകുന്നു, പശ്ചാത്തപിച്ചാൽ അത് സ്വീകരിക്കുന്നു. പരലോകത്തേക്ക് വേണ്ടി ശിക്ഷ അവൻ മാറ്റിവെച്ചിരിക്കുന്നു. ഇതിലൊക്കെ വലിയ തത്വങ്ങളുണ്ട്. 31-ാമത്തെ ആയത്ത്, വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർള് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അല്ലാഹു ഉറപ്പെടുത്തുക, വമാ അൻതും നിങ്ങളല്ല, ബിമുഅ്ജിസീന തോൽപ്പിക്കുന്നവരല്ല, ഫിൽ അർളി ഭൂമിയിൽ, അള്ളാഹുവിനെ ഭൂമിയിൽ വെച്ച് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വമാ ലക്കും നിങ്ങൾക്കില്ല, മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ, മിൻ വലിയ്യിൻ ഒരു കൈകാര്യകർത്താവുമില്ല, അല്ലെങ്കിൽ ഒരു രക്ഷാധികാരിയുമില്ല, വലാ നസീർ ഒരു സഹായിയുമില്ല. ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് എണ്ണി എണ്ണി പറയുകയാണ് മനുഷ്യനോട്. മനുഷ്യബുദ്ധിയെ തട്ടി ഉണർത്തുകയാണ്, ചിന്തിക്കാൻ ആവശ്യപ്പെടുക പടച്ച റബ്ബ്. എന്നിട്ട് അള്ളാഹു പറയാന്ത്, വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർള് ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യൻ അള്ളാഹിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിനെ ഈ ഭൂമിയിൽ വെച്ച് പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹു അല്ലാതെ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ഒരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല, ഒരു രക്ഷാധികാരിയുമില്ല. മനുഷ്യർ ഭൂമിയിൽ ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്. അവിടെ തോന്നും, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നും അള്ളാഹുവിനെയൊക്കെ ഇവർ തോൽപ്പിച്ച് കളയാനുള്ള ശ്രമമാണെന്ന്. അങ്ങനെ ചിലർക്കുണ്ട്, അങ്ങനെ തോന്നലുണ്ട്. അള്ളാഹിനെ തോൽപ്പിക്കാൻ കഴിയുന്നു വിചാരിച്ചോളി, ആർക്കും അതിന് സാധ്യമല്ല കേട്ടോ, ആർക്കും സാധ്യമല്ല. അള്ളാഹു അല്ലാതെ മറ്റൊരു രക്ഷാധികാരിയില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരു സഹായിയില്ല. അതുകൊണ്ട് സദാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹുവിനോട് മാപ്പിരക്കുക, തെറ്റുകൾ ഏറ്റുപറയുക, തൗബ ചെയ്യുക, സത്യവിശ്വാസികളായി ജീവിക്കുക, സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. മരണപ്പെട്ടു പോകാനുണ്ട് എന്ന ഓർമ്മ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമ്മളെല്ലാവരെയും മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.